മന്ത്രി വി എൻ വാസവൻ നമുക്കൊപ്പം ചേരുന്നു. മിനിസ്റ്റർ നേരിട്ട് പരിചയം കൂടിയുള്ള ഒരാളായിരിക്കും ഇന്ദ്രപ്രസ്ഥം ഉടമ ശ്രീ വിജയകുമാർ എന്ന് മനസ്സിലാക്കുന്നു. അദ്ദേഹം കോട്ടയത്തെ ഒരു പ്രമുഖ വ്യവസായ പ്രമുഖനായിരുന്നതുകൊണ്ട് അല്ലേ? അദ്ദേഹവുമായി നല്ല സൗഹൃദവും ദീർഘകാലത്തെ പരിചയം എനിക്കുണ്ട്. അദ്ദേഹത്തിന്റെ ചില സ്ഥാപനങ്ങൾ ഉദ്ഘാടനം ചെയ്തതും ഞാൻ MLA ആയിരിക്കുന്ന കാലഘട്ടത്താണ്. അന്ന് മുതൽ അദ്ദേഹവും അദ്ദേഹത്തിന്റെ കുടുംബവുമായി നല്ല സൗഹൃദ ബന്ധമാണ്. അദ്ദേഹം പ്രവാസിയാണ്. വളരെ ശാന്തനായ ഒരു ബിസിനസ്മാൻ എന്ന രൂപത്തിലായിരുന്നു അദ്ദേഹത്തെ പൊതുവിൽ അറിയപ്പെട്ടിരുന്നത്. ആരോടും ഒരു പ്രകോപനമോ വഴക്കോ വിദ്വേഷമോ ഒന്നും ഉണ്ടാക്കാൻ പോകുന്ന ആളായിരുന്നില്ല. അപ്പൊ അദ്ദേഹത്തിന് ഏതെങ്കിലും തരത്തിലുള്ള ശത്രുതാപരമായ സമീപനം സ്വീകരിച്ചിരുന്ന ഒരവസ്ഥ അദ്ദേഹത്തിന്റെ പരിസര പ്രദേശത്തോ ബിസിനസ് ലോകത്തിലോ നമുക്ക് അറിയാനും കഴിഞ്ഞിരുന്നില്ല. ഏതായാലും ഇപ്പോൾ ഉണ്ടായ സംഭവം അങ്ങേയറ്റം ഞെട്ടിപ്പിക്കുന്നതും നമ്മളെല്ലാം ഭയപ്പെടുത്തുന്നതുമായുള്ള സംഭവങ്ങളാണ്. അദ്ദേഹത്തിന്റെ ഭാര്യ മീരയും അദ്ദേഹം ഒന്നിച്ചായിരുന്നു താമസം. വൃദ്ധ ദമ്പതികളാണ്. ഏതാണ്ട് 70 വയസ്സിന് മുകളിൽ പ്രായം ഉണ്ടാവാം അദ്ദേഹത്തിന്. അപ്പോ എന്തായിരുന്നു ഇതിന് കാരണമെന്നും എങ്ങനെയാണ് ഈ സംഭവമെന്നും ഇതിന് ഉത്തരവാദി ആരെന്നുള്ളതെല്ലാം കണ്ടുപിടിക്കാൻ വേണ്ടി ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്മാർ സ്ഥലത്തെത്തിയിട്ടുണ്ട്. അതുപോലെ വിരലടയാള വിദഗ്ധരും പോലീസ് ഉദ്യോഗമെല്ലാം എത്തിയിട്ടുണ്ട്. തുടർന്ന് അന്വേഷണം നടത്തിയതിനു ശേഷം മാത്രമേ നമുക്ക് മറ്റു കാര്യങ്ങളെ സംബന്ധിച്ച് പറയാൻ കഴിയൂ. ഏതായിരുന്നു അദ്ദേഹം ഏറ്റവും മാന്യനായ ഒരു ബിസിനസ്മാൻ ആയിരുന്നു എന്നിട്ട് പറയുക. മിനിസ്റ്ററെ, ഒരു തൊഴിലാളിയുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ള പല പ്രതികരണങ്ങളൊക്കെ വരുന്നുണ്ട്. ഇദ്ദേഹം ഏതെങ്കിലും തരത്തിലുള്ള ത്രെട്ട് ഉണ്ടായിരുന്നോ, ഭീഷണി ഉണ്ടോ, അങ്ങനെ പരാതികളൊന്നും നൽകിയതായിട്ടൊന്നും ഇപ്പോഴും വിവരമില്ലല്ലോ അല്ലേ? ഇല്ല, ഇപ്പം നമുക്ക് അത് സംബന്ധിച്ച് അദ്ദേഹത്തിൽ നിന്നൊരു വിവരം കിട്ടിയിട്ടില്ല, പോലീസിൽ നിന്നും കിട്ടിയിട്ടില്ല. നമുക്ക് അങ്ങനെ ഒരു പറഞ്ഞു കേട്ടതിന്റെ അടിസ്ഥാനത്തിൽ ആ സംഭവത്തെ കുറിച്ച് കൂടുതൽ പറയാൻ കഴിയില്ല. അത് അന്വേഷിച്ച് നമുക്കത് കണ്ടെത്തിയതിനു ശേഷം ബാക്കി കാര്യങ്ങൾ പ്രതികരിക്കാം. ഏതെങ്കിലും തരത്തിലുള്ള ഭീഷണിയൊന്നും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ലല്ലോ അല്ലേ? അങ്ങനെ ഉണ്ടായിട്ട് ഒരിക്കൽ പോലും സൂചിപ്പിക്കുകയോ മറ്റാരെങ്കിലും പറഞ്ഞു കേൾക്കുകയോ ചെയ്തില്ല. പോലീസിന്റെ ഭാഗത്തും അവർക്ക് അങ്ങനെ പരാതി കിട്ടിയിട്ടില്ല എന്ന് പറയും. ഓക്കെ, വളരെ നന്ദി. മിനിസ്റ്റർ വി എൻ വാസവനാണ് പ്രതികരിച്ചത്. അദ്ദേഹത്തിനും നേരിട്ട് പരിചയമുള്ള ഒരു വ്യവസായ പ്രമുഖൻ കൂടിയാണ്. 70 വയസ്സിന് മുകളിൽ പ്രായമുണ്ട് മരിച്ച വിജയകുമാറിനും ഭാര്യ മീരയ്ക്കും. വളരെ നന്നായി ആൾക്കാരോട് ഇടപെടുന്ന ഒരാൾ കൂടിയാണ്. ഞെട്ടിക്കുന്ന ഒരു വിഷയമാണ്. ഒറ്റയ്ക്ക് താമസിക്കുന്ന വൃദ്ധ ദമ്പതികളെയാണ് അതിക്രൂരമായ രീതിയിൽ കൊലപ്പെടുത്തിയ രീതിയിൽ കാണുന്നത്. കൊലപാതകമെന്ന് സ്ഥിരീകരിക്കാവുന്ന രീതിയിലേക്ക് തന്നെ കാര്യങ്ങൾ പോകുന്നു. ശ്രീത്തിലേക്ക് വീണ്ടും ശ്രീത്ത് വളരെ പ്രമുഖനായിട്ടുള്ള ഒരാളുടെ വിയോഗം തന്നെയാണിത്. മന്ത്രി അടക്കം പറയുമ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള ഭീഷണികൾ ഇദ്ദേഹത്തിന് ഉണ്ടായിരുന്നതായിട്ടുള്ള വിവരങ്ങളൊന്നുമില്ല. അപ്പോൾ ഈ സംശയ പട്ടികയിൽ നിൽക്കുന്നത് ഈ മുൻപുണ്ടായിരുന്ന ആ തൊഴിലാളി മാത്രമാണോ, മറ്റെന്തെങ്കിലും കാരണങ്ങൾ കൂടി പറഞ്ഞു കേൾക്കുന്നുണ്ടോ? പറഞ്ഞ ഇപ്പോൾ അങ്ങനെയുള്ള വിവരങ്ങൾ ഇല്ല. ഈ തൊഴിലാളിയുടെ പേരാണ് കൂടുതലായും കേട്ടുവരുന്നത്. അതിനപ്പുറത്തേക്കുള്ള വിവരങ്ങളൊന്നുമില്ല. നമുക്ക് ഈ കൂടുതൽ വിവരങ്ങൾ അദ്ദേഹം ഏതെങ്കിലും അടുപ്പക്കാരുമായിട്ട് പങ്കുവെച്ചോ എന്നത് വ്യക്തമല്ല. പോലീസിൽ നിന്ന് അത്തരം വിവരങ്ങളൊന്നും ഇപ്പോൾ നമുക്ക് കിട്ടുന്നില്ല. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഇത് വലിയൊരു കോമ്പൗണ്ടുള്ള വീടാണ്. ഈ വീടിന്റെ മതിലും അത്രത്തോളം പൊക്കമുണ്ട്. പലയിടത്തും അത് മറികടന്നുകൊണ്ട് ഈ എന്തെങ്കിലും സംഭവങ്ങൾ നടന്നാൽ തന്നെ പുറത്തേക്ക് അറിയാൻ സാധ്യതയുള്ള ഒരു സാഹചര്യം പോലും അല്ല നിലവിലുള്ളത് എന്നാണ് നമുക്ക് ഇവിടുത്തെ ഒരു സാഹചര്യം കണ്ട് നമുക്ക് പറയാൻ സാധിക്കുന്നത്. എന്തായാലും ഈ ഒരു സംഭവത്തിന്റെ ഗൗരവം പരിഗണിച്ചുകൊണ്ട് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരെല്ലാം തന്നെ കോട്ടയത്തെ ആളുകളെല്ലാം ഉണ്ട്. നിലവിൽ എന്തായാലും ഈ ഒരു അസം സ്വദേശിക്കെതിരെ മാത്രമാണ് പരാതിയുള്ളത്. അയാൾക്കെതിരെ നേരത്തെ കേസ്, ഈ മൊബൈൽ തട്ടിയെടുത്തു എന്നതടക്കമുള്ള കേസ് നിലനിൽക്കുന്ന സാഹചര്യമുണ്ട്. അതെല്ലാം നിൽക്കുന്നു എന്നുള്ളതാണ്. ഇയാളെ അറസ്റ്റ് ചെയ്യുകയും പിന്നീട് ജാമ്യത്തിൽ വിടുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. പ്രധാനമായും ഇയാളെ കേന്ദ്രീകരിച്ചുള്ള പരിശോധനകളും അന്വേഷണവും തന്നെയാണ് ഇപ്പോൾ പോലീസ് നടത്തുന്നത്. കാരണം പോലീസിന്റെ പക്കൽ ഇയാളുടെ കൂടുതൽ വിവരങ്ങൾ, ഇയാൾ അറസ്റ്റിലായതുകൊണ്ട് തന്നെ അത്തരം വിവരങ്ങളൊക്കെ ഉണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പോൾ ഡോഗ് സ്ക്വാഡ് ഉൾപ്പെടെയുള്ളവരും അതിന്റെ ടീം ഇവിടെ എത്തിയിട്ടുണ്ട്. വൈകാതെ നായ ഉപയോഗിച്ചുള്ള പരിശോധനകളും ആരംഭിക്കും എന്നാണ് നമുക്ക് എടുത്ത് പറയാൻ സാധിക്കുന്നത്. എന്തായാലും വളരെ ഞെട്ടിക്കുന്ന ഒരു കൊലപാതകം എന്താണ് സംഭവിച്ചത് എന്നുള്ള ഒരു ആകാംക്ഷ തന്നെയാണ്. അഭിലാഷ് കൂടി നമുക്കൊപ്പം ചേരുന്നു. തിരുവാതക്കൽ CPM ഏരിയ കമ്മിറ്റി അംഗമാണ്. അദ്ദേഹം ആ സ്ഥലത്ത് തന്നെ ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ശ്രീ അഭിലാഷ്, താങ്കൾ ഉള്ളത് ആ വീട്ടിൽ തന്നെയാണോ? വീടിന്റെ കോമ്പൗണ്ടിനകത്താണുള്ളത്. അകത്തോട്ട് പോലീസ് ബന്ധോസ് ചെയ്തേക്കുന്നതുകൊണ്ട് അകത്തോട്ട് കയറുന്നില്ല. പക്ഷേ രണ്ടുപേരും 2 മുറിയിലായിട്ട് മരിക്കപ്പെട്ടു കിടക്കുന്നു എന്നാണ് അറിയിച്ചിരിക്കുന്നത്. വളരെ വേദനയോടുകൂടിയാണ് ഇവിടുത്തെ നാട്ടുകാരും എല്ലാം ഇതിനെ കാണുന്നത്.
താങ്കൾക്ക് വ്യക്തിപരമായിട്ട് നല്ല പരിചയമുള്ള ആളായിരിക്കും അല്ലെ? അതെ 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 എന്റെ ഒരു ബന്ധുവും കൂടാണ് അവര്. ഇതിപ്പോ കൊലപാതകമാണ് എന്നുള്ള സ്ഥിരീകരണം ഏകദേശം വന്നു കഴിഞ്ഞ സ്ഥിതിക്ക് അങ്ങനെ ഒരു കൊലപാതകത്തിലേക്ക് നയിക്കാനുണ്ടായ കാരണം എന്താണെന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും സൂചനകളുണ്ടോ? മുറി കിടക്കുന്നു എന്നുള്ളതാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സൂചനകളുണ്ടോ ഇതൊരു കൊലപാതകമാണ് എന്ന് പറയപ്പെടുന്ന സ്ഥിതിക്ക്, അത് സ്ഥിരീകരിക്കപ്പെടുന്ന സ്ഥിതിക്ക് അത് എവിടെ നിന്ന് ഉണ്ടാകാനാണ് ഈ ശത്രുത എന്ന് സംബന്ധിച്ച് എന്തെങ്കിലും ഒരു സൂചനകളുണ്ടോ? അത് പോലീസാണ് പറയേണ്ടത്. നമ്മൾ ഇതുപോലെ തന്നെ നിങ്ങളെ പോലെ തന്നെ ഞങ്ങളും ഇത് അറിയാനുള്ള ഒരു ഇതിലാണ് നിൽക്കുന്നത്. പോലീസ് ഉൾപ്പെടെ പരിശോധിക്കുകയും ഡോഗ് സ്ക്വാഡ് ഉൾപ്പെടെ ഇവിടെ വരുന്ന ഒരു സ്ഥിതി ഉണ്ടായിട്ടുണ്ട്. അതിന് ശേഷം കോട്ടയം തലശ്ശേരി ഉൾപ്പെടെ ഇവിടെ വന്നിട്ടുണ്ട്. ഇവർ രണ്ടുപേരും മാത്രമാണ് ഇവിടെ താമസിക്കുന്നത് അല്ലെ? രാത്രി കാലങ്ങളിൽ ജോലിക്കാരും ഇല്ല. തൊട്ടപ്പുറത്ത് ഒരു ജീവനക്കാരൻ ഉണ്ട്. അദ്ദേഹത്തിന് വലിയ മലയാളം ഒരു മുറിയിലാണ് സമയത്താണ് ഇത് പുറത്തറിയപ്പെടുന്നത്. ചെറിയൊരു റേഞ്ച് വിഷയം വന്നു ശ്രീ അഭിലാഷ്. അപ്പോൾ അതായത് ഒരു ജീവനക്കാരൻ ഈ വീട്ടിൽ തന്നെ താമസിക്കുന്നുണ്ട്, അയാളാണ് ഇത് അറിഞ്ഞത് എന്നാണോ? അല്ല, ഒരു ജീവനക്കാരി ഒരു ജോലിക്കാരി ഇവിടെ വരുന്നുണ്ട്. രേവമ എന്ന് പറയുന്നത് തിരുവാർപ്പിൽ നിന്ന് രാവിലെ വരുന്നത്. അവരാണ് ഇത് വന്ന് തുറന്നു നോക്കുമ്പോൾ ഇത് കാണുന്നത്, ആദ്യമായിട്ട് കാണുന്നതും ഈ മരണം പുറം ലോകത്തെ അറിയിക്കുന്നതെല്ലാം അവരാണ്. അതല്ല, ഇത് ഇവിടെ മുമ്പുണ്ടായിരുന്ന ഒരു തൊഴിലാളിയുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങളൊക്കെ പലരും പ്രതികരിക്കുകയുണ്ടായി. അത് നിങ്ങൾക്കും അറിയുന്ന കാര്യമാണോ? നിങ്ങൾക്കും അറിയുന്ന കാര്യമാണോ? അതെ അതെ അതെ. അതിങ്ങനെ നമ്മൾ സെപ്റ്റംബർ മാസത്തിൽ ഒരു മൊബൈൽ മോഷണവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസമോ അങ്ങനത്തെ വഴക്കോ മറ്റോ ഉണ്ടായിരുന്നോ അയാളുമായിട്ട്? ഇല്ല, വഴക്കായിട്ടൊന്നും ഇല്ല. മൊബൈൽ ഇങ്ങനെ മോഷണം പോയി ബന്ധപ്പെട്ട് കേസ് കൊടുക്കുകയും അതുമായി ബന്ധപ്പെട്ട് പോകുന്ന ഒരു സ്ഥിതിയാണുള്ളത്. അയാൾ എന്നിട്ട് അറസ്റ്റിലായതിനു ശേഷം അയാൾ എപ്പോഴെങ്കിലും ഇവിടെ വരികയോ എന്തെങ്കിലും പ്രയാസങ്ങൾ ഇവർക്ക് ഉണ്ടാക്കുകയോ അങ്ങനെ എന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെയൊന്നും കേട്ടിട്ടില്ല. അങ്ങനെ കേട്ടിട്ടില്ല. അങ്ങനെ ഉണ്ടാകുന്ന ഒരു സ്ഥിതി ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. ഓക്കെ, ഇയാൾ തന്നെയാണോ ഇപ്പോൾ പ്രധാനമായും സംശയ പട്ടികയിൽ നിൽക്കുന്നത്? മറ്റ് വിഷയങ്ങൾ അത് ഞാനല്ല പോലീസാണ് പറയേണ്ടത്, പോലീസാണ് പറയേണ്ടത്. അല്ല, ഇതല്ലാതെ മറ്റെന്തെങ്കിലും സംശയങ്ങളുണ്ടോ ഈ നാട്ടുകാർക്കോ? ഇപ്പൊ താങ്കൾ അടക്കമുള്ളവരോട് ഉണ്ടല്ലോ, മറ്റെന്തെങ്കിലും കാരണങ്ങളോ? ഇല്ല, ഇത് ആദ്യമേ മോഷണം എന്നുള്ള രീതിക്കാണ് ആദ്യമേ അറിയുന്നത് സ്ഥിതി ഉണ്ടായതൊക്കെ. എന്തെങ്കിലും മോഷ്ടിക്കപ്പെട്ടിട്ടുണ്ടോ വീട്ടിൽ നിന്ന് ഈ രണ്ടുപേരും മരിച്ചതിനൊപ്പം? അങ്ങനെ എന്തെങ്കിലും പോലീസ് പറയുകയുണ്ടായോ? സ്വർണമോ പണമോ നഷ്ടപ്പെട്ടതായുള്ള വിവരങ്ങൾ? ഇല്ല, അങ്ങനെ നഷ്ടപ്പെട്ടതായിട്ടൊന്നും പോലീസ് പുറത്ത് പറയുന്ന ഒരു സ്ഥിതി ഉണ്ടായിട്ടില്ല. ഇതുവരെ അങ്ങനെ ഒരു വിവരം പുറത്തു വന്നിട്ടില്ല അല്ലെ? മോഷണ ശ്രമം, അപ്പൊ കൊലപാതകം മാത്രമാകാനാണെങ്കിൽ ഓക്കെ. ഏതെങ്കിലും തരത്തിലുള്ള വേറെ കൂടുതൽ വൈരാഗ്യം ഉണ്ടാകുന്ന എന്തെങ്കിലും കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും സംഭവങ്ങളൊക്കെ നിങ്ങൾ അങ്ങനെയൊന്നും കേട്ടിട്ടൊന്നുമില്ല? ഇദ്ദേഹം അങ്ങനെ അത്തരം